ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തലയിൽ എണ്ണ തേക്കുന്ന രീതി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണയുടെ വീഡിയോയും മുടിയുടെ വീഡിയോയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് എല്ലാവരും കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എണ്ണ തേക്കുന്ന രീതികളും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവുന്നേ. അതായത് സാധാരണ എല്ലാവരും ചുമ്മാ ഒന്ന് വാരി തേച്ചിട്ടല്ലേ കുളിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ആ വിരലിൻ്റെ ആ ഭാഗം കൊണ്ട് കുറച്ച് എണ്ണ ആദ്യമേ എടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ ചൂടാക്കണം. അങ്ങനെ കൈ വെച്ചൊന്ന് തിരുമ്മി കഴിഞ്ഞിട്ട് വേണം തലയിൽ ആ വിരലിൻ്റെ ആ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് തേച്ച് സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് എണ്ണ പറ്റി പിടിക്കുന്നത് പോലെ തേക്കണം കേട്ടോ. ഇങ്ങനെ തേച്ചാൽ മാത്രമേ ഉള്ളൂ മുടി നന്നായിട്ട് വളരത്തുള്ളൂ. നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടന്ന് മുടിയൊക്കെ നന്നായിട്ട് വളരാനും പിന്നെ മുടി പൊഴിച്ചിൽ മാറാനും ഒക്കെ ഇതുപോലെ എണ്ണ തേക്കണം കേട്ടോ. അപ്പം സാധാരണ എല്ലാവരും ആ ഒരു രീതിയിലായിരിക്കുമല്ലോ തേക്കുന്നത്. ചുമ്മാ ഒന്ന് വാരി തേച്ചിട്ട് ഓടിപ്പോയി കുളിക്കുമല്ലേ. സാധാരണ ചില ദിവസങ്ങളിലൊക്കെ ഞാനും അങ്ങനെയാണ്. എനിക്ക് സമയം കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം ഞാൻ നിങ്ങളെ മസാജ് ചെയ്തിട്ട് എണ്ണ തേക്കാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ കിച്ചുകുട്ടിനും കാശുകുട്ടിനൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി തുണി അലക്കി കുളിച്ചിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരും. അല്ലാതെ സമയമുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതുപോലെ കുറച്ച് നേരം എടുത്ത് തലയിലൊക്കെ ഇങ്ങനെ തേക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയമുള്ള ആൾക്കാരാണെങ്കിൽ, ഇതിനുവേണ്ടി സമയം ചിലവാക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇതുപോലെയൊക്കെ നന്നായിട്ട് തേച്ച് തലയിലും അതുപോലെ തന്നെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ച് മുടിയുടെ തുമ്പ് വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ. അപ്പം മുടി കുറവുള്ള ആൾക്കാരൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് നോക്കണം കേട്ടോ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ചെയ്തത് മുടിയുടെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വേണം കേട്ടോ നന്നായിട്ട് തലയുടെ അതും നമ്മളിങ്ങനെ ചൊറിയത്തില്ലേ അതുപോലെയല്ല തേക്കേണ്ടത് കേട്ടോ. ഒരിക്കലും അങ്ങനെ തേക്കരുത്. കൈ വിരലിൻ്റെ ആ ഭാഗം വെച്ചിട്ട് വേണം നന്നായിട്ട് തല മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറച്ചൊരു 1/4 മണിക്കൂർ മുതൽ അരമണിക്കൂറൊക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ തിരക്കുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും മാക്സിമം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. കുറച്ച് കാര്യമില്ല, 1-2 കാര്യമുള്ളൂ കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നനഞ്ഞ മുടിയോടെ ഒരിക്കലും തല ചീവരുത് കേട്ടോ. അത് ഞാൻ അന്ന് പറയാനായിട്ട് വിട്ടുപോയിരുന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നനഞ്ഞ മുടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി മൊത്തം തലേന്ന് തന്നെ പറഞ്ഞു പോരുന്നത് പോലെ വരും കേട്ടോ. അങ്ങനെ അതാരും ഒരിക്കലും ചെയ്യരുത്. ഞാനത് അന്ന് പറയാനായിട്ട് മറന്നുപോയായിരുന്നു. അതുകൊണ്ട് ഞാനത് ഈ കൂടെ പറയുവാണേ. അതുപോലെ തന്നെ മുടി നമ്മൾ നനഞ്ഞ മുടി കെട്ടി വെക്കുകയും ചെയ്യരുത്. അതും കൂടെ ശ്രദ്ധിക്കണം. നനഞ്ഞ മുടി കെട്ടി വെച്ചാലും നമ്മുടെ മുടി കെട്ടി വീഴാനും അതുപോലെ തന്നെ മുടി ഡാമേജ് ആകാനും എല്ലാം കാരണമാകുവേ. അപ്പോൾ ഇതുകൊണ്ട് തല നന്നായിട്ട് മൊത്തം ഓരോ ഭാഗത്തും സ്കാൽപ്പിലൊക്കെ എണ്ണ പറ്റുന്നത് പോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ഭാഗം കൊണ്ട് നമ്മുടെ വിരലിൻ്റെ ആ ഭാഗം കൊണ്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. ആ വിരലിൻ്റെ ആ ഭാഗങ്ങളില്ലേ അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് വേണം തേക്കണം. അപ്പം നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ മുടിയും എല്ലാം നല്ലതായിട്ട് വളരെ മുടി പൊഴിയുന്നതൊക്കെ മാറും. എല്ലാ ഭാഗത്തും നന്നായിട്ട് അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ എണ്ണ തേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലെ തേക്കത്തില്ലാത്ത ആൾക്കാർ ഒരു 5 മിനിറ്റെങ്കിലും എടുത്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് നന്നായിട്ട് തേക്കണതേ കണ്ടോ. അതുപോലെ തേക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം തേക്കുന്ന അതുപോലെ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ ചാനലിൽ കയറി കാണണം. ബ്യൂട്ടി ടിപ്സും പിന്നെ എൻ്റെ മുഖക്കുരു മാറിയത് കാര്യങ്ങളും പിന്നെ മുടിയുടെ കാര്യങ്ങളും എല്ലാം ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോഴത്തെ തല മൊത്തം ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങനെ വിരലും കൊണ്ട് ഇങ്ങനെ തേച്ച് തല മൊത്തം അങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തണുത്ത വെള്ളത്തിൽ മാത്രമേ തല കഴുകാവുള്ളൂ കേട്ടോ. ഒരിക്കലും ചൂടുവെള്ളത്തിൽ തല കഴുകരുത്. തണുത്ത വെള്ളത്തിൽ മാത്രം തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ മറന്നുപോയ എന്തെങ്കിലും ടിപ്സുകളുണ്ടെങ്കിൽ അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്ന കൂടെ ഞാൻ ആ ടിപ്സൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ മുടിയുടെ വീഡിയോ ഒന്ന് പോയി കാണണേ. അതുപോലെ തന്നെ ഈ രീതിയിലേക്ക് എണ്ണ തേച്ചിട്ട് എന്തെങ്കിലും ഫലങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറയണം. വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു ഗൈസ്.